ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു റെസിപ്പി 5 മിനിറ്റൊക്കെ മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പം പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ടൊമാറ്റോ, പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ക്യാബേജ്, പിന്നെ പച്ചമുളക് നമ്മുടെ ഒരു എരിവിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ബ്രെഡ് 2 എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സ്പൂണിൻ്റെ അടിഭാഗം വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് തേച്ച് കൊടുക്കുകയാണ്. ബട്ടർ തേച്ച ബ്രെഡിൻ്റെ മുകളിലായിട്ട് സവാള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ക്യാബേജ് അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 പിഞ്ചൊക്കെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇനി ചീസ് സ്ലൈസ് ഒരെണ്ണം വെച്ച് കൊടുക്കാം. ചീസ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് അകത്തിങ്ങനെ വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇതെന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതായത് നോക്കിയാൽ നല്ല മസാല ചീസൊക്കെ നല്ല മെൽറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റും അതേപോലെ തന്നെയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമൻറ്റും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.